ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയെ പറ്റിയിട്ടാണ്. അതിനാവശ്യമായിട്ടുള്ളത് 2 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു വലിയ സവാള, ഒരു മീഡിയം സൈസിലുള്ള തക്കാളി. ഇതരിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് വേണം ഉണ്ടാക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരുപാട് പാത്രത്തിന്റെ ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ഇത് കുക്കറിലേക്ക് തന്നെ നമുക്ക് ഇത് വേവിച്ചെടുക്കാൻ പറ്റും. അതിനായിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഈ കുക്കറിലേക്ക് ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രം കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടിയതിനു ശേഷം മാത്രം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പല എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിന്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് അങ്ങ് മൂത്ത് പോവണ്ട, ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയാൽ മതി. ഒരുപാട് മൂത്ത് പോയാൽ ഇത് കരിഞ്ഞു പോകും. നമുക്ക് പിന്നെ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ രീതിയിൽ പോവും. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് മതി. ഇതിൻ്റെ ആവശ്യത്തിനുള്ള കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നമുക്ക് ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് കുക്കറിൽ അടിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെയും ഒരുപാട് വഴണ്ട് വരുന്നിടം വരെ നമ്മൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ലൈറ്റായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. അതിനുവേണ്ടി നമുക്കൊരല്പം ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഒന്ന് വഴണ്ട് കിട്ടും. ഇപ്പം ഇതാ അടച്ചു വെച്ച് നമുക്ക് വഴണ്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനി നമ്മൾ ഒന്നുകൂടെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നമുക്ക് ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. വളരെ ചെറുതായിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുത്താൽ മതി. ഇതും നമുക്ക് ഒരല്പം നേരം ഒന്ന് 2 മിനിറ്റ് അടച്ചു വെക്കുവാണെങ്കിൽ വേഗം തക്കാളിയും ഈ സവാളയും എല്ലാം നല്ലപോലെ നമുക്കൊന്ന് വഴണ്ട് നല്ല രീതിക്ക് കിട്ടും. ഇപ്പം നല്ല രീതിയിൽ നമുക്ക് തക്കാളി എല്ലാം വഴണ്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ എടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മീറ്റ് മസാല. ഇത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും നമുക്ക് പൊടികൾ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇവിടുത്തെ ആവശ്യത്തിനനുസരിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ പൊടികൾ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരുപാട് പൊടി മൂത്തൊന്നും പോവണ്ട, ചുവ വേറെ വരും. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് തക്കാളിയും സവോളയൊക്കെ ആയിട്ട് നന്നായിട്ട് പൊടികൾ മിക്സ് ചെയ്ത് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന കടല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടലയിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് വേണം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊരു 6 വിസിലടിച്ചാൽ മതി. ഇതിപ്പോൾ വിസിലടിച്ചതിന് ശേഷം ഞാൻ താത്തി വെച്ചിരിക്കുന്നതാണ്. വിസിൽ ആവിയെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഇതിനിപ്പോൾ ഒന്നും ചെയ്യാനില്ല. കാരണം നമ്മൾ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തൊന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. പുട്ടിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് കണ്ടോ. നല്ല തിക്കായിട്ട് നമ്മൾ ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. വളരെ കുറച്ച് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളായിരുന്നു. നല്ല ടേസ്റ്റിയാണ്. നമ്മളെ മീറ്റ് മസാല ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ബീഫ് കറിയുടെ ഒരു ടേസ്റ്റ് ഇതിന് എന്തായാലും വരും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു കടലക്കറിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് പറയുന്നു. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.